മോഡൽ കുർത്തിയാണ്. കുർത്തി മീൻസ് അത് ഓവർലാപ്പായിട്ട് വരുന്നതാണ്, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമ്മൾ കെട്ടി കൊടുക്കുന്നതാണ്. അത് കണ്ടപ്പോൾ നമുക്കൊന്ന് ചെയ്യണമെന്ന് തോന്നി. അപ്പം നമുക്ക് നോക്കാം അതിൻ്റെ അളവ്. ഞാൻ ഇതിൻ്റെ ലെങ്ത് എടുക്കുന്നത് ലെങ്ത് 41 ആണ് കേട്ടോ. അത് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം. ഞാൻ എടുക്കുന്നത് 41 ആണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മുകളിലേക്ക് ബെൽറ്റ് വേണമെങ്കിൽ ബെൽറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ നേരിയ വള്ളി മാത്രമാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പം അതിനനുസരിച്ചാണ്. അപ്പം മുകളിലേക്ക് ബെൽറ്റിന് വേണ്ടിയിട്ട് നമുക്കൊരു ഞാൻ എടുക്കുന്ന ഒരു 4 ഇഞ്ചാണ് ബെൽറ്റിൻ്റെ അളവ്. അപ്പം നമ്മൾ അത് കുറച്ചിട്ട് ലെങ്ത് എടുത്താൽ മതി. അപ്പം അതുകൂടെ കൂട്ടുമ്പോൾ നമുക്ക് ആ ലെങ്ത് അതിൽ കൂടുതൽ വരും. അപ്പം നിങ്ങൾ ഇപ്പോൾ 48 ആയി എടുക്കുന്നതെങ്കിൽ മുകളിലേക്കുള്ള ബെൽറ്റിൻ്റെ ലെങ്ത് 4 ഇഞ്ച് കുറച്ചിട്ട് വേണം നിങ്ങൾ ആ ലെങ്ത് എടുക്കാൻ കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. ലെങ്ത് ഓരോരുത്തരുടെ അവരവരുടെ ഇഷ്ടം പോലാണ് ലെങ്ത് എടുക്കുന്നത്. പിന്നെ നമ്മൾ വരുന്നത് ഫ്രണ്ടിലെ ഈ സ്ക്വയർ പോലാണ് നെക്ക് വരുന്നത്. നെക്ക് വന്നിട്ട് അതിൽ നിന്നാണല്ലോ നമ്മൾ ബെൽറ്റ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ നെക്കാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ അളവെന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും അളവ് നോക്കി വേണം. ഒത്തിരി ഓവർ വലുതായി പോകാൻ പാടില്ല. അതുകൊണ്ട് ആ ലെങ്ത് നോക്കി വേണം എടുക്കേണ്ടത്. ഇപ്പൊ ഞാനിപ്പോൾ എടുക്കുന്നത് തയ്യൽ തുമ്പൂടെ കൂട്ടിയിട്ടാണ് എടുക്കുന്നത്. ഞാൻ 4.5 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. 4.5 വന്നിട്ട് നമുക്ക് ഇതിന്റെ വണ്ണം എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നത് 36 ആണ്. ഈ 36 വണ്ണമുള്ള എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്യും. ഞാൻ എപ്പോഴും ആഡ് ചെയ്യുന്ന 8 ഇഞ്ചാണ്. പിന്നെ അതിന്റെ കൂടെ ഇത്തിരി കൂടുതലുണ്ട്, ഓവർലാപ്പായിട്ട് വരുന്നതാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു പ്രത്യേക തരം മോഡലാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ആം ഹോള് ഇപ്പൊ 4 ഇഞ്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ആം ഹോള് വരുന്നത് എന്ന് പറയുമ്പോൾ ഈ അളവിന് 38 ലെങ്ത് വരുമ്പോഴത്തേക്ക് 36 പിന്നെ ചെസ്റ്റ് വരുമ്പോഴത്തേക്കും അതിന് വരുന്ന ഒരു 6 ഇഞ്ചൊക്കെയാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഇങ്ങനെ വന്നിട്ട് കണ്ടോ, ഇങ്ങനെ, അതായത് ആ വണ്ണം വരുന്നത് ഇവിടുന്ന് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിന്റെ ചെസ്റ്റിന്റെ വരുന്നത് ഞാൻ സാധാരണ അതിന്റെ അളവെന്ന് പറയുമ്പോൾ നമുക്ക് 36ന്റെ കൂടെ 8 കൂട്ടുമ്പോൾ വരുന്നത് 44ആണ്. 44നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വരുന്നത് 11 ഇഞ്ചാണ്. 11 ഇഞ്ചിന്റെ കൂടെ ഞാൻ 3 ഇഞ്ച് കൂടെ ആഡ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ 13ആണ്. 2 ഇഞ്ച് കൂടെ ആഡ് ചെയ്യുമ്പോൾ വരുന്നത് 13 ഇഞ്ചാണ്. ഓക്കെ, കണ്ടോ? ഇങ്ങനെ വന്നിട്ട് ഞാനിങ്ങനെ ഫ്രണ്ടും ബാക്കും എല്ലാം ഇത് തന്നെയാണ്, യാതൊരു വ്യത്യാസവും ഇല്ല. ഇത്രയാണ്. എന്നിട്ട് ഇതേൽ കെട്ടുവെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ ഒരു പീസ്, അതായത് മുകളിലത്തെ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് വേണം അത് ചെയ്യാൻ. അപ്പൊ മുകളിലത്തെ പീസ് എന്ന് പറയുമ്പോൾ അതിന്റെ ലെങ്ത് വരുന്നത് 16 ഇഞ്ചാണ്. ഓക്കെ, 16 ഇഞ്ച്. അപ്പൊ 16 ഇഞ്ചില് ഇങ്ങനാണ് വരുന്നത്. ഇങ്ങനാണ് നമ്മൾ ആ 16 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ടാണ് അതിൽ നമ്മൾ ചരട് വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, 16 വേണ്ട, 15 മതി. 16 വന്നാൽ നമുക്ക് മുകളിൽ 4 ഇഞ്ച് ഞാൻ മറന്നുപോയി. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇത്രയേ വരുള്ളൂ കേട്ടോ. കണ്ട, ഇങ്ങനാണ് ആ പീസ് വരുന്നത്. ഇതാണ് കറക്റ്റ് പീസ്. ഓക്കെ, ചുരുക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. സിമ്പിളാണ്, കണ്ടോ? ഇങ്ങനെയാണ് പീസ് വരുന്നത്. ഫ്രണ്ടും ബാക്കും ഇങ്ങനെ തന്നെയാണ്, കണ്ടോ? എന്നിട്ട് ഇതേൽ നമ്മൾ ചുരുക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പീസ് ഇതേൽ നമ്മൾ ചെറിയ പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കുക. അപ്പം നല്ല ഭംഗിയിൽ ഇരിക്കും. ഓക്കെ, കണ്ടോ? ചെറിയ പ്ലേറ്റ് ഇട്ട് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് അത് ഫ്രണ്ടിലും ബാക്കിലും, എന്നിട്ട് സൈഡ് നമ്മൾ കൂട്ടാതെ തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ ഇനി ഞാൻ തയ്ച്ചിട്ട് ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഇടാത്തത്. സ്റ്റിച്ച് ചെയ്യാതെ തന്നെ ഇങ്ങനെ നമുക്ക് ഓരോന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഓക്കെ, തയ്ച്ചിട്ട് നമുക്ക് കാണാം. ഞാനിപ്പോൾ ഇത് തയ്ച്ചു കഴിഞ്ഞിട്ടുള്ള മോഡലാണ്. കണ്ട, രണ്ട് പീസാണ്. കാണാമല്ലോ, 2 പീസായിട്ടാണ് കിടക്കുന്നത്. കണ്ട, ഒന്ന് ഫ്രണ്ടിലും
ഒന്ന് ബാക്കിലും. കണ്ടോ? ബാക്കിലോട്ട് എടുത്ത് കെട്ടിക്കൊടുക്കുക. വണ്ണമുള്ളവർക്കാണെങ്കിൽ കൂടുതൽ വിട്ടുള്ള തുണിയായിരിക്കും നല്ലത്. ഇതൊരു നല്ല മോഡലാണ്. കണ്ടോ? ഇതല്ല ഇങ്ങനെ കെട്ടണ്ട, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെ ബാക്കിലേക്ക് അങ്ങനെ ചെയ്യാം. കണ്ടോ? ഇത് കാണുകയില്ല. ഓക്കെ, ഉള്ളോട്ട് പോണ പീസാണ് ഇത്. ഫ്രണ്ട് കണ്ടോ? ഇത് ബാക്ക്. ഇതിപ്പോ ബാക്കിലേക്ക് കെട്ട് ഇടണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കിലേക്ക് കെട്ടി വെക്കുകയും ചെയ്യും. അപ്പൊ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഫ്രണ്ടിൽ പോക്കറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ? പോക്കറ്റ് ഉണ്ട്. അപ്പൊ ഇതെല്ലാരും തയ്ച്ചു നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുപോലെ തന്നെ ഈ ഉടുപ്പ്, ഈ ഡ്രസ്സ് എന്ന് പറയുന്നത്, അതായത് ഇത് ന്യൂ മോഡൽ കുർത്തി മോഡലാണ്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് ഞാൻ കൊടുക്കുന്നത് 300 റുപ്പീസാണ് ഇതിന്റെ റേറ്റ്. ഇത് മാത്രം, അത് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഡിസൈനിൽ വേറെ തുണി ഇരിപ്പില്ല, വേറെ കളർ മാറ്റമുള്ളത് മാത്രമാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. ഞാൻ ഫോൺ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.